തൃശൂർ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി PM മനോജിനെ സസ്പെൻഡ് ചെയ്തു. പരാതിക്കാരനായ CPI നേതാവിനെ മർദ്ദിച്ച കേസിലാണ് നടപടി. 2011 വടകര SI ആയിരിക്കെയാണ് മർദ്ദനം. മനോജ് അധികാര ദുർവിനിയോഗവും കൃത്യവിലോപവും നടത്തിയെന്ന് കണ്ടെത്തി. കേസിൽ നേരത്തെ മജിസ്ട്രേറ്റ് കോടതി മനോജിനെ ശിക്ഷിച്ചിരുന്നെങ്കിലും ശിക്ഷാവിധി ഹൈക്കോടതി പിന്നീട് റദ്ദാക്കി. സിജോ വി ജോൺ ഉണ്ട് വിവരങ്ങൾ നൽകാൻ. സിജോ, എന്താണ് ഈ സംഭവത്തിന്റെ പശ്ചാത്തലം? 2011 വടകര SI ആയിരിക്കെയാണ് PM മനോജ് CPI നേതാവായിട്ടുള്ള ഒരാളെ മർദ്ദിക്കുന്നത്. അത് പിന്നീട് വലിയ വിവാദമൊക്കെ ആകുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തി ഇയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. മജിസ്ട്രേറ്റ് കോടതിയാണ് അന്ന് മനോജിനെ ശിക്ഷിച്ചിരുന്നത്. പക്ഷെ അതിനുശേഷം മനോജ് ഈ കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി ഈ വിധി റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് നടത്തിയ വകുപ്പ് തല അന്വേഷണത്തിലാണ് ഇയാൾ കുറ്റക്കാരനാണെന്ന് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അധികാര ദുർവിനിയോഗവും കൃത്യവിലോപവും ഒക്കെ ഇയാൾ നടത്തി എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നത്. അതിനിടെ കഴിഞ്ഞ സെപ്റ്റംബറിൽ മനോജിനെ DYSP സ്ഥാനക്കയറ്റം നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ ഇയാളെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ആഭ്യന്തര വകുപ്പാണ് ഇത് സംബന്ധിച്ച് ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. ശരി സിജോ.